ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പേരിട്ട് വിളിക്കുന്നെങ്കിലും നമ്മുടെ ആളുകൾ രോഗികളാകുന്നു എന്നുള്ളത് ഉത്കണ്ഠപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ഭക്ഷണക്രമം മാത്രമല്ല രോഗം ഉണ്ടാക്കുന്നതെന്ന് പറയാം, പക്ഷെ അതും ഒരു കാരണമാകുന്നു. ഡോക്ടർ അതിനെക്കുറിച്ച് എന്ത് പറയും? ഭക്ഷണക്രമം വലിയൊരു കാര്യമാണ്. ശരിക്കും ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളാണ് കഴിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം ഫുഡ് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മളൊരു ബുഫേക്ക് പോവാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ഇതാണ്, ബുഫേക്ക് പോവാണെങ്കിൽ മാക്സിമം എടുത്ത് പ്ലേറ്റിൽ വെക്കും. അത് തിന്നുന്നതിന്റെ ഇരട്ടിയായിരിക്കും എടുത്ത് വെക്കുന്നത്, ബാക്കി മുഴുവൻ വേസ്റ്റ് ആക്കും. പക്ഷെ പല സ്ഥലങ്ങളിലും ബുഫേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡി ആപ്പറ്റൈസർ ആണ്. ശരിക്കും ആദ്യം ആപ്പറ്റൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് മാക്സിമം പ്ലേറ്റിലേക്ക് വെക്കുക എന്നുള്ളത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് തിന്നാതിരിക്കാൻ പറ്റുമോ? അതൊരു വേറൊരു പ്രോബ്ലം. സോ നമ്മൾക്ക് ബാലൻസ് ഇല്ല. ഈ കഴിക്കുന്ന ഫുഡ് നമ്മൾ എക്സ്പെൻഡിച്ചറായി, അതായത് ഇത് എങ്ങനെ കത്തിച്ച് കളയണമെന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ല. ദേ ഡോണ്ട് ഡു എക്സസൈസ്. അല്ല ഡോക്ടറെ, ഹൃദയ സംബന്ധമായ രോഗം കൂടുന്നു, ആൾക്കാർ അകാലത്തിൽ അടിച്ചു പോകുന്നു. ഇപ്പോൾ 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ അടിച്ചു പോകുമ്പോൾ നമ്മൾ തിരക്ക് ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് അതിനൊരു അവയർനെസ് ഉണ്ട്. അല്ല, തിരക്ക് ചെല്ലുമ്പോൾ പറയുന്നത് ഡോക്ടറെ ഈ മറ്റേ വാക്സിന്റെ പരിപാടിയാ പറയുന്നത്. ആ വാക്സിൻ എന്തോ തെറ്റിപ്പോയി. അതിലൊരു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കൃഷിപ്പണി നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വ്യായാമം വളരെ അത്യാവശ്യമാണ് നമുക്ക്. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിത്യം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ രോഗികളാക്കി തരുന്നത്. വല്ലപ്പോഴും പൊറോട്ടയോ ബീഫോ അല്ലെങ്കിൽ ചൈനീസ് ഫുഡൊന്നും ആയിരിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അരി എത്രമാത്രം അഡൾട്ടേഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ സൾഫർ ഫ്രീ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെളിച്ചെണ്ണ 500 താഴ്ന്ന കേരളത്തിലുണ്ടോ? ഒന്നുമില്ല. നമ്മൾ നിത്യം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മളെ മാരക രോഗികളാക്കി തീർക്കുന്നത്. ഈ കോവിഡ് വാക്സിന്റെ മുകളിൽ ഇത് വലിയൊരു ആരോപണമാണ്. ഒരു സ്റ്റഡി ശാസ്ത്രീയമായിട്ട് യാതൊരു അത് കാരണം എന്ത് പറ്റി മിക്ക രോഗങ്ങളുടെയും കാരണം ഈ വാക്സിന്റെ തലയിട്ടിരിക്കുക. പക്ഷെ കോവിഡിനെ അത് ബാധിക്കുന്നത്. കോവിഡ് വന്നിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. കുറച്ചുകൂടെ നമുക്ക് അതിനെക്കുറിച്ച്, പക്ഷെ കോവിഡ് വാക്സിനെ എന്തിനു വെറുതെ ശിക്ഷിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം എങ്ങും പ്രൂവ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. കോവിഡ് അതേസമയം ഒരുപാട് അസുഖങ്ങൾ വരുത്തും. ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ അതിലൊക്കെ പ്രധാനം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി തന്നെയാണ്. ഡോക്ടറെ, ഈ നമ്മൾ ഇത് ഡോക്ടർ അതിൻ്റെ ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുക, അസുഖങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഡോക്ടർ അവെയർ ആണല്ലോ. അതായത് ഈ ആളുകളുടെ ഭക്ഷണക്രമം അതിനകത്തൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. മലയാളി ഇങ്ങനെ പോയാൽ മലയാളികൾ രോഗികളുടെ എണ്ണം ഓരോ വീട്ടിലും കൂടി വരും. അതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണം നമ്മളെ കഴിക്കുന്ന രീതിയിലാക്കരുത്. നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭക്ഷണം എന്ന് നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. അങ്ങനെ ചിന്തിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പൊ എന്ത് കഴിക്കണമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. അല്ലാതെ എല്ലാം കൂടെ എടുത്തു വെച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.